ഹിന്ദു ഐക്യം പറയുമ്പോൾ കാലങ്ങളായി കേട്ടുവരുന്ന ഒന്നാണ് നായാടി നമ്പൂതിരി അങ്ങനെ ഒരു പറച്ചിൽ. പക്ഷേ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞു നായാടി മുതൽ നസ്രാണി വരെ എന്ന്. എന്തായിരിക്കും അങ്ങനെ ഒരു പറച്ചിലിന് കാരണം? അയ്യോ, അത് ഒബ്വിയസ് അല്ലേ. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ ടീം മുഴുവൻ. നായാടി മുതൽ നസ്രാണി വരെ. നസ്രാണി എന്ന് പറഞ്ഞാൽ പൊതുവേ ക്രൈസ്തവരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വംശനാശം വന്നുകൊണ്ടിരിക്കുക. യു ടേക്ക് ദ ഡെമോഗ്രഫി ഓഫ് കേരള. ഇപ്പോൾ 2011 സെൻസസ് നമ്മുടെ ഉള്ളൂ. ക്രിസ്ത്യാനികൾക്ക് നെഗറ്റീവ് ഗ്രോത്താണ്. ഒരു പോപ്പുലേഷൻ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അവരുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഏകദേശം 2.1 എങ്കിലും വേണമെന്നാണ് ലോകത്ത് കണക്ക് കൂട്ടിയിട്ടുള്ളത്. അതായത് ഒരു കപ്പിൾസിന് കുറഞ്ഞത് 2.1 മക്കൾ ആവറേജ് വേണം. അതില്ല ക്രിസ്ത്യാനിറ്റിയിൽ. അവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്, സ്വാഭാവികമാണല്ലോ, എണ്ണം കൂടും. ബട്ട് അവരുടെ പെർസെൻറ്റേജ് ഇൻ ദ കേരള പോപ്പുലേഷൻ അത് കുറഞ്ഞു വരുന്നു. 2011 സെൻസസിൽ തന്നെ അവർ 17%, 19% മറ്റോ ഉള്ളൂ ക്രിസ്ത്യാനികൾ. ഹിന്ദുക്കളുടെയും അതുപോലെ തന്നെ എണ്ണം കൂടുന്നുണ്ട്, പെർസെൻറ്റേജ് കുറഞ്ഞു വരുന്നു. ഇത് വംശനാശം സംഭവിക്കും കുറച്ച് കഴിയുമ്പോൾ. വർദ്ധിക്കുന്നത് മുസ്ലിങ്ങളെയാണ്. അപ്പോൾ ഉടനെ വർഗീയം അങ്ങനെയൊന്നും പറയണ്ട. വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ബട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ വർദ്ധിക്കുന്നുമില്ല. കാരണം ഈ 4 കല്യാണം കഴിക്കുക, 4-ലധികം കുട്ടികളുണ്ടാവുക, ഈ സ്വഭാവമൊക്കെ മുസ്ലിം സമുദായത്തിൽ കേരളത്തിൽ കുറഞ്ഞാണ് വരുന്നത്. നമ്പർ ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേറ്റഡ് മുസ്ലിംസ്, അവരുടെ എണ്ണം സമുദായത്തിൽ കൂടി വരുന്നു. അതിൻ്റെ ലക്ഷണമാണ് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് ബോൾഡായിട്ടൊരു കാറ്റഗറി കേരളത്തിലുണ്ടായി വന്നു കണ്ടില്ല. എണ്ണത്തിൽ വളരെ കുറവാണ് അവർ, പക്ഷേ എത്ര ബോൾഡാണ്. 10 വർഷം മുമ്പായിരുന്നെങ്കിൽ സർ തൻസെ ജുദ, പക്ഷേ ഇപ്പോൾ അതിന് ധൈര്യപ്പെടുന്നില്ല. ചെകന്നൂർ വലിയ കൊന്നുകളഞ്ഞതാണ് അല്ലേ. ചെകന്നൂർ ഒരു പ്രോഗ്രസീവ് മുസ്ലിം ആയിരുന്നു. അദ്ദേഹം എക്സ് മുസ്ലിം ഒന്നും ആയിരുന്നില്ല, ശവം പോലും കിട്ടിയില്ല. മുസ്ലിമിന് ഉള്ളിൽ തന്നെ നിങ്ങൾ ഖുറാൻ വായിക്കുന്നത് ശരിയല്ല, ഈ വരികൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന അർത്ഥമല്ല ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഖുറാനിലെ കുഴപ്പം പിടിച്ച വരികൾ, ചിലതൊക്കെ ഖുറാനിലെ അല്ലെന്നും ചിലത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയല്ലെന്നും ഒക്കെ പ്രസംഗിച്ചു. ഇതാണ് ചെകന്നൂർ മൗലവി ചെയ്ത ഒരു കുറ്റം. അതിന് അങ്ങനെ കൊന്നുകളഞ്ഞു. ഇറ്റ് വാസ് 1993. ഇന്ന് ഈ എക്സ് മുസ്ലിമായിട്ടുള്ള ജബ്ബാർ മാഷ്, ആരിഫ് ഹുസൈൻ തെരുവത്ത്, ഇവർ കൈ കിട്ടിയാൽ ചിലപ്പോൾ കൊല്ലുമായിരിക്കും. ഏതായാലും പഴയ പോലെ അന്വേഷിച്ച് പിടിച്ച് ചെന്ന് കൊല്ലാനൊന്നും ആളില്ല. അപ്പം നടന്ന് എന്നെ ഒന്ന് കൊന്നുതാ എന്ന് പറഞ്ഞിട്ട് മഞ്ചേരി അങ്ങാടി കൂടെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊന്നു വരും. അതല്ലാതെ അന്വേഷിച്ച് ഇപ്പോഴാണെങ്കിൽ അവർക്ക് ജബ്ബാർ മാഷിനെ കൊല്ലാൻ എന്താ സെറ്റ് കാറ്റഗറി സെക്യൂരിറ്റി ഉണ്ടോ? ഒന്നുമില്ല. ഇവരൊക്കെ വെറുതെ നടക്കുകയല്ലേ. ബട്ട് ആ ഒരു സ്വഭാവം ഇസ്ലാമിൻ്റെയും മാറി വരുന്നു. മുഴുവൻ മാറി എന്ന് ഞാൻ പറയില്ല. പല സ്ഥലത്തും കൂടുതൽ വയലൻസ് ഉണ്ടായി. പോപ്പുലർ ഫ്രണ്ട് അവരുടെയൊക്കെ ചില അഡ്ഡാസൊക്കെ ഉണ്ട്, അവിടെയെല്ലാം ഈ വയലൻസ് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം NCC ക്യാമ്പിലേക്ക് തള്ളിക്കയറിയില്ലേ? യു നോ ദ ഡെമോഗ്രഫി ഓഫ് ദാറ്റ് ഏരിയ, കളമശ്ശേരി, തൃക്കാക്കരയൊക്കെ. അപ്പോൾ ആ ഒരു സ്വഭാവം ഉള്ള ആൾക്കാർ, അവരുടെ എണ്ണവും കൂടിയാണ് വരുന്നത്. ബട്ട് ടോട്ടൽ മുസ്ലിം പോപ്പുലേഷൻ എടുക്കുമ്പോൾ ഇവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ബട്ട് മറ്റേ 2 കക്ഷികൾ പരമദാരിദ്ര്യത്തിൽ കഴിയുന്നു. ഹിന്ദുവും ക്രിസ്ത്യാനിയും. ജനസംഖ്യയും കുറയുന്നു, അവരുടെ ക്ലൗട്ട് കുറയുന്നു. നമ്മളെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജനാധിപത്യത്തിൽ നമ്പേഴ്സ് മാറ്റർ. എണ്ണം വേണം. എണ്ണമില്ലെങ്കിൽ ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് ഒരു വിലയുമില്ല. കേരളത്തിലെ എല്ലാവരും ആദിവാസി വനവാസികൾക്ക് വേണ്ടി കരയുന്നവരാണ്. ബട്ട് ആക്ഷനിൽ ഒന്നും ഉണ്ടാവില്ല. കാര്യം എന്താ? അവർ ഒരു വോട്ട് ബാങ്കേ അല്ല. 1% കേരളത്തിലെ ആദിവാസികളുടെ. ആരും നോക്കാൻ പോയി പണി നോക്കാൻ പറ. അങ്ങനെയാണ് അവരുടെ ഭൂമിയാണ് നമ്മൾ കയ്യേറിയത്. നമ്മളെപ്പോലുള്ള പുരോഗമനവാദികൾ കയ്യേറ്റം ചെയ്യും. എന്നിട്ട് പിന്നെ അതിന് കുടിയേറ്റം എന്ന് വിളിക്കും. എന്നിട്ട് നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്നിട്ട് അത് റാറ്റിഫൈ ചെയ്യും, റെഗുലറൈസ് ചെയ്യും. അങ്ങനെ ഇവർ റിയൽ ആദിവാസികൾ, വനവാസികൾ, അവർ പുറകോട്ട് പോയി.
എത്ര പുറകോട്ട് പോകും? പിന്നെ ഉൾക്കാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. വലിയ മലയും ചെങ്കുത്തായ പ്രദേശത്ത് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവർ പുറത്തിറങ്ങി അവിടെ ഇവിടെയെല്ലാം അവർ കയറി, മുത്തങ്ങയിൽ കയറിയും അവരെ വെടിവെച്ചു, തല്ലി, കുത്തി, കൊന്നു, എന്തെല്ലാം ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നുമില്ല. ജാനു തെക്ക് മടക്ക് നടക്കുന്നു, ഗീതാനന്ദൻ തെക്ക് മടക്ക് നടക്കുന്നു. ഒരു മനുഷ്യൻ നോക്കുന്നില്ല. നിങ്ങളുടെ പോപ്പുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ രാഷ്ട്രീയക്കാർ പരിഗണിക്കാൻ പോകുന്നത് അങ്ങനെയാണ്. നാളെ ഓരോ ഹിന്ദു പുരുഷനും ഗീതാനന്ദനായിട്ടും ഓരോ ഹിന്ദു സ്ത്രീയും ജാനുവായിട്ടും മാറും. നല്ല വീര്യമൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക്, സമരവീര്യമൊക്കെ. ജാനുവിനും കുറവല്ല, ഗീതാനന്ദനും കുറവല്ല. പക്ഷേ എണ്ണമില്ല, അതുകൊണ്ട് പരിഗണിക്കപ്പെടുന്നില്ല. ജനാധിപത്യത്തിൽ എണ്ണം ആവശ്യമാണ്. ഇത് ക്രിസ്ത്യാനികൾക്കും സംഭവിക്കുന്നു. ഇപ്പോൾ ഞാൻ അറിയുന്നത് ഈ ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായിട്ട് നമ്മൾ കൂട്ടുന്നത് തിരുവല്ല, ചെങ്ങന്നൂർ, പത്തനംതിട്ട ജില്ല എന്ന് വെച്ചോളൂ. പത്തനംതിട്ടയിൽ തന്നെ നല്ലൊരു ശതമാനം ഈരാറ്റുപേട്ടയൊക്കെ മുസ്ലിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞു. പാല മുസ്ലിങ്ങൾ സറൗണ്ട് ചെയ്ത് കഴിഞ്ഞു. നോട്ട് ഇൻ എ നെഗറ്റീവ് സെൻസ് ഞാൻ പറയുകയല്ല. പാല ക്രിസ്ത്യാനികളുടെ ഒരു വത്തിക്കാനായിട്ടാണ് പണ്ട് മുതലേ കൂട്ടിയിരുന്നത്. ഇന്ന് വത്തിക്കാനല്ല. ഇനി അഥവാ വത്തിക്കാനുണ്ടെങ്കിൽ തന്നെ ആ ടൗണിനുള്ളിൽ മാത്രമായി മറ്റ് സ്ഥലങ്ങൾ മുഴുവൻ മുസ്ലിങ്ങളെ കൊണ്ട് നിറഞ്ഞു. ബട്ട് സ്റ്റിൽ ക്രിസ്ത്യാനികളുണ്ട്. കോഴഞ്ചേരി, മല്ലപ്പള്ളി, തിരുവല്ല ഒക്കെ. അവിടെ വലിയ വീടും കോമ്പൗണ്ടും ഇപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും, താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക്. പണ്ട് 2 കോടി 2.5 കോടിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തിന് ഇപ്പോൾ 75 ലക്ഷം 1 കോടിയൊക്കെ മതിയെന്നായി. കാരണം മൈഗ്രേറ്റ് ചെയ്തു ക്രിസ്ത്യാനികൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും. ഗൾഫിലേക്കല്ല. ഗൾഫിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം താരതമ്യേന കുറവാണ്. ബട്ട് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഹിന്ദു പിള്ളേരും ക്രിസ്ത്യൻ പിള്ളേരും നാട് വിടുന്നു. പണ്ട് ആൾക്കാർ പൊക്കോണ്ടിരുന്നു. അവരുടെ ഉദ്ദേശം അവിടെ പോയി കുറച്ച് പൈസ ഉണ്ടാക്കി തിരിച്ചിവിടെ വന്നിട്ട് സുഖമായിട്ട് ജീവിക്കാം. ഇതിനു വേണ്ടിയിട്ട് ഇവർ വലിയ വീടും വെച്ചു. അവസാനം ഇവരവിടെ തന്നെ കുടുങ്ങി. കാരണം ഈ കാശ് ഉണ്ടാക്കി തീരില്ല, പിന്നെയും വേണം. ഇവിടെ അച്ഛനും അമ്മയും മാത്രമായി വലിയ കൊട്ടാരം പോലത്തെ വീട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു പട്ടിയുണ്ട്. ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മച്ചിയും പട്ടിയും മാത്രം. അയൽവക്കത്തുകാരെ ആരെങ്കിലും നോക്കിയില്ലെങ്കിൽ ഇല്ല. ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടല്ലോ, അവർ യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വരാനേ തയ്യാറല്ല. വന്നവർ തന്നെ തിരിച്ചു പോയി പെർമനൻ്റ്ലി അവിടെ സെറ്റിലാവാൻ. ഇത് ഒരു കാരണം. പിന്നെ നാച്ചുറലി ജനസംഖ്യാ നിയന്ത്രണം അതനുസരിച്ചത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിരുന്നു. ആ നിയമങ്ങളൊക്കെ നോക്കി മതി, 2 മതി, നാം 2 നമുക്ക് 2, നാം 1 നമുക്കൊന്ന്, പിന്നെ നാം 1 നമുക്ക് ആരും വേണ്ട. ഈ സ്ഥിതിയൊക്കെയായി എണ്ണം കുറഞ്ഞു. അപ്പോൾ ഈ എണ്ണം കുറഞ്ഞ് വംശനാശം വരുന്നവർ യുണൈറ്റഡ് ആയിട്ടെങ്കിലും നിന്നില്ലെങ്കിൽ ആ വംശനാശത്തിൻ്റെ ഊക്ക് കൂടും, സ്പീഡ് കൂടുമെന്ന് വെള്ളാപ്പള്ളിക്ക് അറിയാം. അതുകൊണ്ട് ആ കാരണവർ പറഞ്ഞു, നായാടി മുതൽ ക്രിസ്ത്യാനി വരെ ഒന്നിച്ച് നിൽക്കണം. ഇത് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. അതിൽ കേരളത്തിലെല്ലാം വർഗീയമാണ്. മുസ്ലിങ്ങളെ പുകഴ്ത്തി പറയുന്നത് ഒഴിച്ച് ബാക്കി എല്ലാം കേരളത്തിൽ വർഗീയമാണ്. മുസ്ലിങ്ങളെ പുകഴ്ത്തി പറഞ്ഞാൽ അത് സ്വർഗീയമാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവന വർഗീയ വിദ്വേഷമുണ്ടാക്കുന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന എന്നൊക്കെ പറയും. ആ കാരണവർക്ക് ഇപ്പോൾ ഈ വയസ്സുകാലത്ത് വിദ്വേഷം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി ഉള്ളത് പറഞ്ഞു. അത് അവർ നാടൻ ശൈലിയിലെ പുള്ളി പറയുകയുമുള്ളൂ. വലിയ ഈ NK പ്രേമേന്ദ്രനൊക്കെ സംസാരിക്കുമല്ലോ അച്ചടി ഭാഷയിൽ, അതൊന്നും വെള്ളാപ്പള്ളിക്ക് വശമില്ല. അതുകൊണ്ട് അങ്ങേര് പ്ലെയിനായിട്ട് പറഞ്ഞു, നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അത് സത്യമല്ലേ? അത് അംഗീകരിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഐക്യം കേരളത്തിൽ വരേണ്ടതുമാണ്. അത് ജനാധിപത്യത്തിനും ഗുണം ചെയ്യും.